ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ദോശമാവാണ്. അപ്പോൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശമാവ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ഇത്. അപ്പോൾ ദോശമാവിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യുമിൻ സീഡ്സ്, അതായത് നമ്മുടെ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും മല്ലിയിലയുടെ ആ ഒരു മണവും ടേസ്റ്റും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ആ ഒരു ദോശമാവിൻ്റെ അളവിനനുസരിച്ചിട്ടും ആ ദോശമാവിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ടും വേണം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി കട്ടിയുള്ള മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കേണ്ടി വരില്ല മൈദ. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയും വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു ചെറിയ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈദ ചേർക്കുന്നതിനേക്കാൾ കുറച്ച് കുറവ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കത് എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ വേണം ആ ഒരു മാവിൻ്റെ കട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പാവുന്ന വിധത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ വളരെ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ അത് കട്ട പിടിച്ച് കൊടുക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വേണം, ഒത്തിരി ലൂസും അല്ല എന്നാൽ ഒത്തിരി കട്ടിയല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കൈയിൻ്റെ വിരലൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് കുറേശ്ശെ മാവെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഇടുന്നത് പോലെ ഇട്ട് കൊടുക്കാം. ഒത്തിരി കട്ടിക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ബോൾസ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാവും ചെയ്യും. വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കുഞ്ഞു ഡ്രോപ്പുകൾ പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ അതൊന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം കുറേ എണ്ണയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോഴാണ് അത് പെട്ടെന്ന് അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി എല്ലാ ഭാഗവും ഒരേപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുള്ളൂ കേട്ടോ, നന്നായിട്ട് കുക്കായി വരുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ദോശമാവ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് ഇത്. ഇനി ഇത് നമുക്ക് തേങ്ങാ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കി കൊടുത്ത് ഈവനിങ് ആകുമ്പോഴേക്കും അവർക്ക് ചായക്ക് ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്ത് ഒത്തിരി ഇഷ്ടമായിരിക്കും. തേങ്ങാ ചമ്മന്തിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.